നമസ്കാരം. അധ്യാത്മരാമായണം തുടരുന്നു. അയോധ്യാകാന്ഡം. ഇന്ന് അയോധ്യാകാന്ഡത്തിൽ ഭരതൻ്റെ വനയാത്ര, ഭരത രാഘവ സംവാദം, അത്രി ആശ്രമ പ്രവേശം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തപോധന മണ്ഡലേ ഉത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാത്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടിത്രയും കൗതുകത്തോടു ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതദ്ഭുതമായ രാമചന്ദ്രാശ്രമം. മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു രാമം ജടാമകുടം വൽക്കലാലംബരം സോമബിംബാഭ പ്രസന്നവക്ത്രാംബുജം. ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും. രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ. ദേവഭോഗേനോ സുഖിച്ചു സന്തുഷ്ടനായി കർണശുലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണമുച്ചൈർവിലപിച്ചിതേറ്റവും സീതയും സൗമിത്രി താനുമൗവണ്ണമേ രോദനം ചെയ്തു വീണിടിനാൻ ഭൂതലെ. മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദക ക്രിയയും ചെയ്താർ. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടിതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം ത്രയഥോചിതം. സോദരനിത്തം പറഞ്ഞിതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കും വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കിതു സത്യവിരോധം വരുമെന്നു നിർണയം. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്താവാഗമനം ദേവദേവമേ താവദേവനാരതം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു. മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും. ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രി തന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും.
Namaskaram. Continuing Adhyatma Ramayanam, Ayodhya Kandam. Today in Ayodhya Kandam, the topics covered are Bharata's arrival in the forest and the conversation between Bharata and Rama entering Atri Ashrama. So Bharata, along with the queens and his ministers, he comes to the forest in search of Rama. So he inquires the rishis, and the rishis say that Rama, Sita and Lakshmana are in the place called Chitrakuta. So he comes there. He sees that Rama is staying in a hut and he is wearing Valkala, and he has tied his hair as a knot. He is looking like a sage. So he immediately prostrates in front of Rama, and Rama was very surprised to see them, and he asked them, "How is our dear father? Everything is comfortable in Ayodhya?" He is asking, to which Vasishtha replies that King Dasharatha left this world thinking about you and always telling your name as Rama Rama. Now he is in Swarga, he is in heaven, so you don't have to worry. He has left the abode of God. So hearing this, Rama, he falls down unconscious, and so does Sita and Lakshmana. They both are uncontrollably sad. So he goes to the river Mandakini and he does all the rituals for Dasharatha, and then Bharata says to Rama, "You are the emperor of Ayodhya. You come back, I will do your Abhishekam." For which Rama says, "Our dear father has told that Bharata will rule Ayodhya and I will go to the forest. If we disobey him, it brings bad name to the entire dynasty, Surya Vamsham. So you please go ahead and rule Ayodhya." To which Bharata says, "Please give your Paduka. I will rule as your servant. I will do puja for the Paduka, and this is my request." So Rama gives his Paduka to Bharata. Bharata takes the Paduka with great reverence and they go back to Ayodhya. Then Rama decides that if you stay in Chitrakuta again and again, people from Ayodhya will come and disturb. So it is better that we go to some other place. So he moves on into the forest, and then he sees Atri Muni's ashrama, and they all the three of them enter the ashramam of Atri Muni.